നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ഇപ്പൊ വേഴം ഇപ്പോൾ രാശി മാറിയിരിക്കുകയാണ്. വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിലെത്തി. നേരത്തെ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം ഇപ്പോഴിതാ കർക്കിടകൻ രാശിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കർക്കിടകൻ രാശിയിലേക്ക് വേഴം എത്തിയതിന്റെ പേരിൽ 7 രാശിക്കാർക്ക് രാജയോഗം വന്നിരിക്കുന്നു. അവർക്ക് നല്ല കാലം വന്നിരിക്കുന്നു. അവരുടെ ദുരിതങ്ങൾ തീരുന്നു. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വേഴം ഇനി കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. ഈ 5 മാസം വേഴം കർക്കിടകൻ രാശിയിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങൻ രാശിയിലേക്ക് പോകും. അപ്പൊ 2026 ജൂൺ 2 വേഴം കർക്കിടകൻ രാശിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് 7 രാശികൾക്കാണ് നല്ല കാലം വരുന്നത്. മറ്റ് രാശികൾക്ക് നല്ല കാലം ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ഈ 7 രാശികൾക്കാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത്. കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വേഴം മീനൻ രാശിയിലേക്ക് നോക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മീനൻ രാശിയിലെ നക്ഷത്രത്തെ പറ്റിയാണ്. മീനൻ രാശി. അപ്പൊ മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വേഴം മീനൻ രാശിയിലേക്ക് നോക്കുന്നു. എങ്ങനെ നോക്കുന്നു? 1, 5, 9 ഈ ഭാവങ്ങളിലേക്ക് വേഴത്തിന് സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. അതായത് വിശേഷാൽ ദൃഷ്ടിയുണ്ട് വേഴത്തിന് 1, 5, 9 ഇതുകൂടാതെ 7 സ്വാഭാവികമായ ദൃഷ്ടിയുണ്ട്. അപ്പോ ഇപ്പോൾ 9ാം ദൃഷ്ടി കൊണ്ട് വേഴം. അപ്പൊ വേഴം ആരാണ്? ധനകാരകനാണ്. ഈ ധനകാരകനായ വേഴം കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. അത് എങ്ങനെ നിൽക്കുന്നു? ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. വേഴത്തിന്റെ ഉച്ചരാശിയാണ് വേഴം. വെറുതെ അല്ല വേഴം കർക്കിടകത്തിൽ നിൽക്കുന്നത്. നല്ല ബലവാനായിട്ട് നിൽക്കുകയും ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് ഗ്രഹബലം കൂടും. മനസ്സിലായ? ഫലദാനശേഷി ഇരട്ടിയാകും ആ ഗ്രഹത്തിന്. അപ്പോ 2026 ജൂൺ മുതൽ ഒക്ടോബർ വരെ ഇനി വേഴത്തിന് രാശിബലം കൂടും, ഉച്ചബലം കൂടും, ഗ്രഹബലം കൂടും. മനസ്സിലായ? അപ്പോ ഈ കർക്കിടകൻ രാശിയിൽ നിന്നുകൊണ്ട് തന്റെ 9ാം ദൃഷ്ടി കൊണ്ട് വേഴം മീനൻ രാശിയിലേക്ക് നോക്കുന്നു. അപ്പൊ മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ സമയവും കൂടിയാണ്. അതും കൂടി ഓർക്കണം. ഈ മീനൻ രാശിക്കാർക്ക് 7.5 ശനി സമയമാണ് ഈ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. എന്നാൽ ഇപ്പോൾ വേഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് ഈ 7.5 ശനിക്കാരുടെ 7.5 ശനിക്ക് ശമനം വരും. അവരിൽ നിന്നും ശനി വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. കാരണം സർവേശ്വര ഗ്രഹമാണ് വേഴം. ആ സർവേശ്വര ഗ്രഹം ബലത്തിൽ കൂടുതൽ ശക്തനായി നിന്നുകൊണ്ടാണ് ഇപ്പോൾ മീനൻ രാശിയിലേക്ക് നോക്കുന്നത്. ഇല്ലേ? അപ്പോൾ അവിടെ ശനിയുടെ ആ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ശനിയുടെ 7.5 ശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് ഇപ്പോൾ ശമനം വന്നിരിക്കുകയാണ്. ഈ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സമയം വരെ ഇവരെ സംബന്ധിച്ച് അവരുടെ 7.5 ശനിക്ക് ശനിയുടെ ദോഷങ്ങൾ ഇവരിൽ നിന്നും വിട്ടൊഴിഞ്ഞു മാറി നിൽക്കും. അതാണ്.
അപ്പൊ കർക്കിടകത്തിലായി വേഴം ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ തരുകയാണ്. ഇതൊക്കെ വിസ്തരിച്ച് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. കാരണം പറയുമ്പോൾ അത് കുറച്ച് നല്ല വിധത്തിൽ പറയണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെറുതെ പറഞ്ഞു ഓടിച്ചു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ചിലവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നെന്നും പറഞ്ഞ് ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയണം, എന്നാലേ മനസ്സിലാവൂ. അപ്പൊ ഇവരുടെ 7.5 ശനി തീരെയല്ല, 7.5 ശനിക്ക് ശമനം വരെ. അതുകൂടാതെ ഇവരെ സംബന്ധിച്ച്, അതായത് മീനൻ രാശിയുടെ, അപ്പൊ മീനൻ രാശിയിലേക്ക് വേടം നോക്കുന്നത് 9ാം ഭാവം കൊണ്ടാണ്. അപ്പൊ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗ്യസ്ഥാനവും. വേഴത്തിനെ സംബന്ധിച്ച് 9 ഭാഗ്യസ്ഥാനം. ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജ ദാനോപാസന സൗശീര്യ ഗുരുവേ നവ മാധവി എന്നൊരു ചൊല്ലുണ്ട്, പ്രമാണമുണ്ട് ഈ 9ാം ഭാവത്തിൽ ഉണ്ട്. അപ്പൊ 9ാം ഭാവം, 9ാം ദൃഷ്ടി, ഇതൊക്കെ 9ൽ വരുന്ന കാര്യങ്ങളാണ്. ലോട്ടറി വരെ ഇവർക്ക് അടിക്കാവുന്ന സമയമാണ്. ഏത്? ഈ മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. പിതാവിനും പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കും, അതായത് പിതൃസ്ഥാനീയരായ ആളുകൾക്കും ഇപ്പോൾ നല്ല സമയം വരേണ്ട സമയമാണ്. ഈ മീനം രാശിയിലെ ഈ നക്ഷത്രക്കാരുടെ പിതാവിനും പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കും വളരെയധികം നല്ല സമയമാണ്. ഇവരുടെ ദോഷങ്ങൾ പലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഇവര് വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സമയമായിരിക്കും. ഗുരുക്കന്മാർക്കും ഗുരുകാരണവന്മാർക്കും ഒക്കെ വളരെ നല്ലൊരു സമയവും കൂടിയാണ്. ഇവരുടെ ഗുരുനാഥന്മാർക്ക്, ഗുരുക്കന്മാർക്ക്, ഗുരുകാരണവന്മാർക്ക് എല്ലാം വളരെ നല്ലതാണ്. മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും സമാധാനവും കൈവരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാവും, സാമ്പത്തികപരമായ പുരോഗതി ഉണ്ടാകും, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇടവരും. ദേവാലയ ദർശനം നടത്താനും പുണ്യസ്ഥല ദർശനം നടത്താനും ഇവരെ സംബന്ധിച്ച് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ സമയം. ധനപരമായി എന്തെങ്കിലും ഇവർക്ക് കിട്ടാനുണ്ടെങ്കിൽ, അത് മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ സമയത്ത് അത് തിരിച്ചു കിട്ടാനും ഇവർക്ക് തിരിച്ചു കിട്ടാനും വഴിയുണ്ടാവുന്നതാണ്. മറ്റുള്ളവരോട് ദയയും കാരുണ്യവും കാട്ടാൻ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവും. അതായത് പുണ്യ പ്രവർത്തികൾ ചെയ്യാനും ദയാപരമായ കാര്യങ്ങൾ ചെയ്യാനും ജീവകാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇവർക്ക് ഈ സമയം അതിനുള്ള ഒരു അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഇവരുടെ ഈ വേഴം, ഈ മീനൻ രാശിയുടെ നക്ഷത്രക്കാർക്ക് വേഴം ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് വരെ വളരെയധികം ഗുണകരമാണ്. വേഴത്തിന്റെ സ്പെഷ്യൽ ദൃഷ്ടി, അതായത് വിശേഷ ദൃഷ്ടിയായ 9ാം ദൃഷ്ടി കൊണ്ടാണ് വേഴം ഇവരെ നോക്കുന്നത്, ഈ രാശിയിലേക്ക് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ രാശിയിൽ മൊത്തം ഒരു സുഖാനുഭവങ്ങൾ കിട്ടുന്ന അവസ്ഥ ആ നക്ഷത്രക്കാരിൽ വന്നു ചേരും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.